തലസ്ഥാനത്തെ നടുക്കിയ കൊലപാതകമാണ് നന്ദൻകോട് കൂട്ടക്കൊലപാതകം. ഈ കേസിലെ പ്രതിയായ കേഡൽ ജിൻസൺ രാജ കുറ്റക്കാരനാണെന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിക്കുള്ള ശിക്ഷയിൽ കോടതി നാളെയാണ് വാദം കേൾക്കുന്നത്. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ വിഷ്ണുവാണ് വിധി പ്രസ്താവിച്ചത്. സാത്താൻ പൂജയ്ക്കായാണ് അമ്മയെയും അച്ഛനെയും സഹോദരിയും അടക്കം കേഡൽ ജിൻസൺ രാജ കൊലപ്പെടുത്തുന്നത്. നന്ദൻകോടുള്ള വീട്ടിൽ മാതാപിതാക്കളെയും സഹോദരിയും അടക്കം 4 പേരെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. 2017 ഏപ്രിൽ 9 പുലർച്ചെയാണ് ക്ലിഫ് ഹൗസിന് സമീപം ബെയിൻസ് കോമ്പൗണ്ടിൽ 117 നമ്പർ വീട്ടിൽ പ്രൊഫസർ രാജതങ്കം, ഭാര്യ ഡോക്ടർ ജീൻ പത്മ, മകൾ കരോളിൻ, ബന്ധുവായ ലതിക എന്നിവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. അച്ഛൻ, അമ്മ, സഹോദരി എന്നിവരുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലും ബന്ധുവിന്റെ ശരീരം വെട്ടിനുറുക്കി പുഴുവരിച്ച നിലയിലുമായിരുന്നു. കൊലപാതകം നടത്തിയ ശേഷം ഒളിവിൽ പോയ കേഡൽ ജിൻസൺ രാജയെ ദിവസങ്ങൾക്കകം പോലീസ് പിടികൂടുകയും ചെയ്തു. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന സാത്താൻ ആരാധനയുടെ ഭാഗമായാണ് പ്രതി കൊലപാതകങ്ങൾ നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. പ്രതിക്ക് മാതാപിതാക്കളോട് വിരോധം ഉണ്ടായിരുന്നെന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, വീട് അഗ്നിക്കിരയാക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇപ്പോൾ പ്രതിക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. കേസിൽ 92 സാക്ഷികളെ വിസ്തരിച്ചിരുന്നു. 65 ദിവസം നീണ്ട വാദത്തിനു ശേഷമാണ് പ്രതി കുറ്റക്കാരനെന്ന് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിയായ കേതിൽ മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും അതിദാരുണമായാണ് കൊലപ്പെടുത്തിയത്. ഇവരുടെ മരണകാരണങ്ങൾ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ജീൻ പത്മ, രാജതങ്കം, കരോളിൻ ഇവരുടെയെല്ലാം മൃതദേഹങ്ങൾ ബാത്റൂമിൽ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. ലളിതയുടെ മൃതദേഹം താഴത്തെ നിലയിൽ ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ നിലയിൽ. ജീനിന്റെയും കരോളിന്റെയും മൃതദേഹങ്ങൾ പൂർണ്ണമായി കത്തി നശിച്ചിരുന്നു. രാജയുടെ ശരീരം ഭാഗികമായാണ് കത്തിയിരുന്നത്. ശരീരത്തിൽ 9 മുറിവുകളിൽ 7 തലയോട്ടിയിലായിരുന്നു. മഴ ഉപയോഗിച്ച് തലയിൽ വെട്ടിയാണ് രാജയെ കൊന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. സാത്താൻ സേവയ്ക്ക് അടിമപ്പെട്ടാണ് ഇയാൾ മാതാപിതാക്കളെയും സഹോദരിയും ഉൾപ്പെടെ 4 പേരെ കൊലപ്പെടുത്തുന്നത്. ജീവൻ കൊടുത്ത് ആത്മാവിനെ വേർപെടുത്തലാണ് പരീക്ഷിച്ചതെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത്. വീഡിയോ ഗെയിം കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് മാതാപിതാക്കളെയും സഹോദരിയും വീടിന്റെ മുകളിലത്തെ നിലയിൽ ഇയാൾ എത്തിക്കുന്നത്. പിന്നീട് മഴ ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കേദലിന്റെ മൊബൈൽ ഫോണിൽ സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും പോലീസ് കണ്ടെടുത്തിരുന്നു. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച മഴ ഓൺലൈനായാണ് ഇയാൾ വാങ്ങിയത്.